ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ പരിശുദ്ധമായ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാ പൂർവം സ്വാഗതം. ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അപ്പന്റെ അരികിൽ നിന്ന് അകന്നുപോയ ഇളയ മകന് പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ വെച്ച് അപ്പനെയും അപ്പന്റെ ഭവനത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് സുബോധം വന്നിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് പോകുന്ന സന്ദർഭമാണ് ഈ വചനം ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിലേക്ക് മടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമുക്കും ഈ വചനം പ്രചോദനമാണ്. അപ്പനെ കുറിച്ചുള്ള ഓർമ്മ വന്ന മകൻ അവിടെ നിന്ന് എഴുന്നേൽക്കുവാനും അപ്പന്റെ അടുക്കലേക്ക് പോകുവാനും ഒരുങ്ങി എന്ന് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാം. നാം ആയിരിക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് മടങ്ങണമെന്നുള്ള ആഗ്രഹം ഒരുപക്ഷെ നമുക്കുണ്ടാകാം. ഒരുപക്ഷെ അതുണ്ടാകുന്നത് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും ആകാം. ഓർമ്മ നല്ലതാണ്. എന്നാൽ ഓർത്തുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കുകയല്ല വേണ്ടത്. അവിടെ നിന്ന് എഴുന്നേൽക്കുവാനും അപ്പന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനും നമുക്ക് കഴിയണം. അതിന് സഹായിക്കുന്ന 3 അനുഭവങ്ങൾ തിരുവെഴുത്തിൽ നിന്നും ഇളയ മകന്റെ ജീവിതത്തിൽ നിന്നും ചേർത്തു വെച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രമിക്കാം. 1, പഴയ മനുഷ്യന്റെ ആ പാപ സ്വഭാവത്തെ പൂർണ്ണമായി ഉരിഞ്ഞു കളയുവാൻ, ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. പഴയ പാപശീലങ്ങളെ പാടെ ഉപേക്ഷിച്ചിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അപ്പന്റെ അരികിലേക്ക് പോകുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് ഒടുവിൽ ഇങ്ങനെയാണ് പറയുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇളയ മകന് ഓർമ്മ വന്നിട്ട് മനസ്സുകൊണ്ട് അപ്പന്റെ അടുക്കലേക്ക് എത്തുവാൻ വെമ്പൽ കൊണ്ടിട്ട് ശരീരം കൊണ്ട് അവിടെ തന്നെ ആയിരുന്നിട്ട് കാര്യമില്ല. മനസ്സും ശരീരവും അവിടെ നിന്ന് എഴുന്നേൽക്കണം, അപ്പന്റെ അരികിലേക്ക് ചെല്ലണം. അതാണ് ഇവിടെ പറയുന്നത്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അവൻ ധൂർത്തനായും സുബോധമില്ലാതെയും ജീവിച്ച ആ പഴയ കാലം, പഴയ മനുഷ്യൻ പാടെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ടാണ് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്, അപ്പന്റെ അരികിലേക്ക് പോകുന്നത്. നാമും ഇപ്പോൾ ആയിരിക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പഴയതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് നടന്നെടുക്കണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2, ആഗ്രഹത്തോടെ മനസ്സ് പൂർണ്ണമായി അർപ്പിച്ച് മുമ്പോട്ട് അപ്പന്റെ അടുക്കലേക്ക് നടക്കണം. നാം ഏതിലാണോ മനസ്സ് വയ്ക്കുന്നത് അപ്രകാരം നടക്കും. അതിനുദാഹരണം ഈ മകന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവൻ ആദ്യം മനസ്സ് വെച്ചത് അപ്പനിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം, ദൂരത്തോട്ട് പോകണം, അവന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. അതായിരുന്നു അവന്റെ മനസ്സ്. അതിലാണ് അവൻ മനസ്സ് വെച്ചത്. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ അതൊരു ദുരന്തമായി തീർന്നു. പിന്നെ അവന് സുബോധം വന്നപ്പോൾ അപ്പന്റെ ഭവനത്തിൽ അവൻ മനസ്സ് വയ്ക്കുന്നു, അപ്പനിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, മനസ്സ് വയ്ക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഈ ഇളയ മകൻ പന്നികളുടെ ഇടയിൽ വെച്ച് അപ്പനെ കുറിച്ച് ചിന്തിക്കുന്നതിന് കാരണം അവന്റെ മനസ്സിൽ അപ്പന്റെ ചിന്തകൾ കടന്നു വന്നത് കൊണ്ടാണ്. ഇവിടെ പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിനെ നയിക്കുന്നത് ജഡീകതകളും ലൗകികതകളും ആയിരിക്കും. നാം അവിടെ തന്നെ ആയിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഉയരത്തിലുള്ളത്, ദൈവത്തിലുള്ളത്, സ്വർഗത്തിലുള്ളത്, ആത്മാവിലുള്ളതാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിനെ നയിക്കുന്നത് അത്തരം ആത്മീക ചിന്തകളും
ദൈവിക ചിന്തകളുമായിരിക്കും. അങ്ങനെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും. ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെ നയിക്കുന്ന ചിന്തകൾ എന്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഉയരത്തിലുള്ളത് ചിന്തിക്കാം, അപ്പനുള്ളത്, ദൈവത്തിനുള്ളത് നമുക്ക് ചിന്തിക്കാം, ദൈവത്തിലേക്ക് മടങ്ങി വരാം. മൂന്നാമതായി, ധൈര്യത്തോടെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന മകനെയാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ്, ധൈര്യത്തോടെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അപ്പൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചിന്തയാണ്. അതായിരിക്കണം അവന്റെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രധാന തടസ്സം. എന്നാൽ അതെന്റെ അപ്പനാണ്, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുമെന്നുള്ള ധൈര്യസമേതമുള്ള അവന്റെ ആ ഒരു പ്രവൃത്തി മടങ്ങി വരവ് അവന് സാധ്യമാക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി അധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അപ്പന്റെ കരുണ ലഭിക്കാൻ, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നമുക്ക് എഴുന്നേറ്റ് കൃപാസനത്തിലേക്ക്, ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വരുവാനുള്ള ധൈര്യം ഉണ്ടാകണം. അയ്യോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ, എന്നിൽ തെറ്റു വന്നല്ലോ, ദൈവത്തിന് അതിഷ്ടമില്ലല്ലോ, ദൈവം കോപത്തോടെ എന്നെ നോക്കില്ലയോ, ദൈവം എങ്ങനെ എന്നെ സ്വീകരിക്കും, ദൈവം എപ്രകാരമായിരിക്കും എന്നെ ഉൾക്കൊള്ളുക, ഈ വിധത്തിലുള്ള ചിന്തകളാൽ, കുറ്റബോധത്താൽ നാം ആയിരിക്കുന്ന ഇടത്ത് തന്നെ ആയിരിക്കാതെ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ സ്നേഹമാണ്, എൻ്റെ ദൈവം കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്ന ബോധ്യത്തോടെ ഞാൻ എൻ്റെ കുറവ് ഏറ്റു പറയുമ്പോൾ എന്നോട് ക്ഷമിക്കും എന്നുള്ള ഉറപ്പോടെ, ധൈര്യത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ 3 അനുഭവങ്ങളാണ്, 3 സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, പഴയ ആ സ്വഭാവത്തെ, പാപ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് വരണം. 2, നമ്മളിങ്ങനെ അപ്പനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരണമെങ്കിൽ അത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം, അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കണം. 3, അപ്പൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ച് തളരാതെ ധൈര്യത്തോടെ എഴുന്നേറ്റ് അപ്പന്റെ അരികിലേക്ക് മടങ്ങി വരണം. സർവശക്തനായ ദൈവം ഈ നോമ്പിൻ ദിനങ്ങളിൽ നമ്മെ ശരിയായ മടങ്ങി വരവിന് ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, പാപത്തിന്റെ പന്നി മേയുന്ന ഇടത്തു നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് വരുവാനുള്ള സുബോധം ലഭിച്ച് ആ ഇളയ മകൻ എഴുന്നേറ്റ് വന്നതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് അങ്ങിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ പാപ സ്വഭാവമുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളഞ്ഞ് മനസ്സ് പൂർണ്ണമായി അങ്ങിൽ അർപ്പിച്ച് ധൈര്യത്തോടെ അങ്ങിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം കൃപ നൽകുകയും അതിനായി ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. ആമേൻ.